ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറന്റ് ഫീലിംഗ് എന്താണ്. തികച്ചും അവിചാരിതമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തിനെ പറ്റി അറിയേണ്ട ചില സത്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുൻപിൽ തുറന്നു വെക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു എനർജി വൈബ്രേഷൻ ഈ ഒരു റീഡിങ്ങുമായി റെസൊനേറ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഇപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഓർത്തു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന അവരോടൊപ്പമുള്ള ആ ഒരു സുന്ദര നിമിഷങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ടിരിക്കുക. ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന രണ്ട് കാർഡുകൾ ഏസ് ഓഫ് സൂട്ട്സ് ആൻഡ് 5 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വെളിച്ചം തെളിഞ്ഞിരിക്കുന്നു. അതായത് അവർ ഒരു സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് കാണുന്നു. എന്തോ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു മെന്റൽ പുഷ് അവർക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഒപ്പം വന്നിരിക്കുന്ന ഈ 5 ഓഫ് വാണ്ട്സ് കാണിക്കുന്നത് അവർക്ക് ഈ ഒരു ബന്ധത്തിലുണ്ടായ ഒരു ക്ലാരിറ്റിക്കെതിരെ, അതല്ല എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് അവരെടുക്കാൻ പോകുന്ന ആ ഒരു തീരുമാനത്തിനെതിരെ ഒരു എനർജി തടസ്സം നിൽക്കുന്നതായിട്ട് കാണുന്നു. അത് ചിലപ്പോൾ അവരുടെ ഫാമിലിയിലുള്ള ആ ഒരു സമ്മർദ്ദമായിരിക്കാം, അവരുടെ കരിയറിലുള്ള ഓവർ ടെൻഷൻ ആയിരിക്കാം, അതല്ല തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആകാം. എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു എനർജി മൂലം ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, അതല്ല എങ്കിൽ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ. അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള മനസ്സിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരു സത്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അത് പറയാൻ കഴിയാതെ ഉള്ളിൽ ഇങ്ങനെ ലാവ പോലെ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കത്തക്ക രീതിയിലേക്ക് അവരങ്ങനെ മനസ്സിലത് കൊണ്ടു നടക്കുകയാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് സൂചിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു കാർമിക് ടേണിംഗ് പോയിന്റ് വന്നിരിക്കുന്നു. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? യൂണിവേഴ്സ് അവരെ ഒരു പുതിയ ഫേസിലേക്ക് തള്ളിവിടുന്നു. അവരുടെ ജീവിതത്തിലുള്ള പാസ്റ്റിലുണ്ടായിരുന്ന ബ്ലോക്കേജസ് എല്ലാം തന്നെ പതുക്കെ അത് മാറി വരുന്നു. അവരുടെ ആ ഒരു ഡെസ്റ്റിനിയിലുണ്ടായിരുന്ന ആ ഒരു കാർമിക് സൈക്കിൾ എല്ലാം തന്നെ റീസെറ്റ് ചെയ്യുന്ന ഒരു സമയം. നിങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയ ചില കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു കാർമിക് പാറ്റേണിലേക്ക് അവരെ തിരികെ എത്തിക്കുന്നുണ്ട്. എല്ലാം മനസ്സിലേക്ക് അലയടിച്ച് ഓടിയെത്തുന്ന അവസ്ഥ. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് അനുകൂലമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു പുഷിംഗ് എനർജി അവിടെ വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു സമയം, ഒരു ടൈമിംഗ് ഷിഫ്റ്റാണ് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ദിശയിലേക്ക് തന്നെയാണ് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ അവരെ കൊണ്ടെത്തിക്കുന്നത്. പക്ഷെ അവരെ പിടിച്ചു നിർത്തുന്ന ഒരു ഉൾഭയം അവരെ ഭരിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്ന 10 ഓഫ് പെന്റക്കിൾസ് കാർഡ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ ഒരു ലോങ് ടൈം കണക്ഷനായി കാണിക്കുന്നുണ്ട്. അതവരെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധമായിരുന്നു സ്റ്റെബിലിറ്റി മോഡിലുള്ളത്. നിങ്ങൾ തമ്മിലുള്ള ഫാമിലി ഡ്രീംസ്, റിലേഷൻഷിപ്പിലുള്ള ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജി, നിങ്ങൾ ഒരുമിച്ചെടുത്തിരുന്ന ചില ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാം തന്നെ അവരുടെ ഓർമ്മയിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ വെറും ഒരു തമാശയ്ക്കല്ല ഈ ഒരു ബന്ധം തുടങ്ങിയത് എന്നുള്ള ഒരു അറിവ്, ഒരു ലോങ് ടൈം പിക്ചറാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കടക്കാനുള്ള ഒരു ഉൾഭയം അവരെ പിൻവലിക്കുന്നുണ്ട്. ഒരു ആത്മധൈര്യം പോരാ, പാർഷ്യലി ബ്ലോക്ക്ഡ് ആണ് ആൾ. നെക്സ്റ്റ് വന്നിരിക്കുന്ന 2 ഓഫ് സോർട്സിന്റെ കാർഡ് ഈ ഒരു റീഡിങ്ങിന്റെ ഏറ്റവും വലിയ ഇമോഷണൽ ബ്ലോക്കേജിനെ സൂചിപ്പിക്കുന്നു. ലവ് വേഴ്സസ് ഫിയർ. മനസ്സിൽ നിറഞ്ഞുള്ള ആ ഒരു സ്നേഹവും അതോടൊപ്പം ഭയവും തമ്മിലുള്ള യുദ്ധം, ഹേർട്ടും മൈൻഡും കൂടെ തമ്മിലുള്ള യുദ്ധം. പാസ്റ്റിലുണ്ടായ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം, എങ്കിൽ തന്നെയും അതെല്ലാം ഹീലായി വരുന്ന സമയത്ത് ഒരു ഫ്യൂച്ചർ ഹോപ്പ് അവർക്ക് വരുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ ആഗ്രഹം. നിങ്ങളെ ഇനി നേടണമെങ്കിൽ അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും. അതിലുള്ള ഭയം, എന്നാൽ തന്നെയും നിങ്ങളോടൊപ്പം ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹം അങ്ങേയറ്റവും. ഒരു ഫ്രീസിംഗ് മോഡ്. അവരാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് അവർക്ക് വ്യക്തമായി അറിയാം. പക്ഷെ തെറ്റായിട്ടുള്ള തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ അത് ജീവിതം തകർക്കും എന്നുള്ള ഒരു ഭയം അവരെ പിൻവലിക്കുന്നു, അല്ലെങ്കിൽ പാരലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന പേജ് ഓഫ് പെന്റക്കിൾസ് കാർഡ് അവർ നിങ്ങളെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടില്ല എന്നതിനെ സൂചിപ്പിക്കുന്നു. ഒരു സ്മോൾ സ്റ്റെപ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ. സ്ലോ ആയിരിക്കും, പക്ഷേ ഒരു സിൻസിയർ മൂവ് ആയിരിക്കും അവരിൽ നിന്ന് ഉണ്ടാവുക. അവരിപ്പോൾ ഒരു ലേണിംഗ് ഫേസിലാണ്. ഒരു ഗ്രൗണ്ടിങ് ഇൻറ്റൻഷൻ അവർക്കുണ്ട്. അവരൊരു സ്ലോലി ഒരു റീസ്റ്റാർട്ടിംഗ് എനർജിയിലേക്ക് വരുന്നതായി കാണിക്കുന്നു. നിങ്ങളിലേക്ക് ഒരു സ്മോൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു മൂവ് അവരിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സ്ലോ റീബിൽഡിംഗ് ആണ്, പക്ഷേ നിങ്ങൾക്ക് അവരിൽ നഷ്ടപ്പെട്ട ആ ഒരു ട്രസ്റ്റ് റീബിൽഡ് ചെയ്യാൻ അവരുടെ ഭാഗത്തു നിന്നും ഒരു സൈൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കും. ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു എങ്ങനെ നിങ്ങളെ വീണ്ടും നഷ്ടപ്പെടാതെ കൈകാര്യം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാം. നെക്സ്റ്റ് വന്നിരിക്കുന്ന ജസ്റ്റിസ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു കാർമിക് മെസ്സേജാണ്. അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളോട് നീതി ചെയ്യാത്തതിൻ്റെ ആ ഒരു ഗിൽറ്റ് അവരെ
ശരിക്കും മെന്റലി ഹോണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു ബാലൻസ് റീസ്റ്റോർ ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പാസ്റ്റ് മിസ്റ്റേക്കുകളെല്ലാം തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാം തിരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫെയർ ഡിസിഷൻ എടുക്കണം, നിങ്ങളോട് സത്യം പറയണം എന്നെല്ലാം അവർ ആഗ്രഹിക്കുന്നു. ഇതൊരു പവർഫുൾ കാർമിക് കാർഡാണ്. അവരെ യൂണിവേഴ്സ് വീണ്ടും ഫോഴ്സ് ചെയ്യുന്നുണ്ട് ടു കറക്റ്റ് ദെയർ ആക്ഷൻസ് ടുവേർഡ്സ് യു. അവർ നിങ്ങളോട് ചെയ്ത പിഴവുകൾക്കെല്ലാം തന്നെ യൂണിവേഴ്സ് തന്നെ അവരോടത് മറ്റൊരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്നും അവർക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നിങ്ങളോട് നീതി ചെയ്യാതെ ഒരു ദിവസം പോലും അവർക്ക് ശാന്തി ലഭിക്കുകയില്ല എന്നുള്ള ഒരു പാഠം. പോരെ, ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം നിങ്ങൾക്ക്? നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ അഫർമേഷൻസ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എല്ലാത്തിനും പകരം ചോദിക്കാൻ യൂണിവേഴ്സ് തന്നെ പോയിരിക്കുന്നു. ഇവിടെ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ അധികം ആളുകൾ ഡിവൈൻലി കണക്റ്റഡ് ആണ്. പാസ്റ്റിൽ അവർ നിങ്ങളോട് ചെയ്ത നീതികേടിന് നിങ്ങൾ ഒരുപാട് വിഷമിച്ചു, നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തു. ഞാൻ എന്തിനു ജീവിക്കണം എന്നൊരു ചിന്തയിൽ പോലും നിങ്ങൾ എത്തി. അവിടെ നിന്നും യൂണിവേഴ്സ് നിങ്ങളെ കൈപിടിച്ചുയർത്തി നിങ്ങളുടെ ബന്ധത്തിൽ നീതി ലഭിക്കാൻ കുറച്ച് സമയം നിങ്ങൾ അനുവദിച്ചു കൊടുക്കൂ. ഈ ഒരു ബന്ധത്തിന്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്കം കാർഡായിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് സോർഡ്സ് ആണ്. ഈ ഒരു കാർഡ് ഒരു വാർണിംഗ് അഥവാ ഒരു മുന്നറിയിപ്പിനെ സൂചിപ്പിക്കുന്നു. ഒരു ഇൻസൈറ്റ് ഉണ്ടാകുന്ന ഒരു സമയം വരാൻ പോകുന്നു. അവർ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവരുടെ ആ ഒരു ഭയം, മെന്റൽ ബ്ലോക്കേജ് കാരണം അവർ സ്വയം കുടുക്കിലകപ്പെട്ട ഒരവസ്ഥയിലാണ്. 8 ഓഫ് സോർഡ്സ് സൂചിപ്പിക്കുന്ന ഒരു ടെമ്പററി മെന്റൽ ട്രാപ്പ് അവസ്ഥയാണ്. ഇത് ബ്രേക്ക് ചെയ്യും. പക്ഷേ അവർ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് അതല്ലെങ്കിൽ ഇമോഷണൽ പുഷ് അവർക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ബന്ധത്തിന് ഒരു ക്ലാരിറ്റി വരികയും ഇത് മൂവ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബന്ധം ഒരു കാർമിക് ലെസൺ കൊണ്ടാണ് തുടരുന്നത്. യൂണിവേഴ്സ് തന്നെ നിങ്ങൾ രണ്ടുപേരെയും വീണ്ടും വീണ്ടും പുൾ ചെയ്യുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് കാർമിക് ബോണ്ടിനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ എത്രയൊക്കെ അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ തന്നെയും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജറ്റിക് പുൾ അത് അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഈ ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയൊരു ചലഞ്ചിങ് പാർട്ട് എന്ന് പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നിങ്ങൾക്കിടയിലുണ്ട്. ഇന്റേണൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നു. ഭയം, ഡിസിഷൻസ് എല്ലാം തന്നെ താമസിക്കുന്നു. നിങ്ങൾ നേരിട്ട് സംസാരിക്കുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു സൈലന്റ് ബാറ്റിൽ, ഒരു നിശബ്ദമായിട്ടൊരു യുദ്ധം നടക്കുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഹെഡും അതുപോലെ തന്നെ ഹേർട്ടും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഓൾവേസ് ഓൺ. ഓർക്കുക, നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാതെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. നന്നായി പ്രാർത്ഥിക്കുക, അതോടൊപ്പം തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിക്ക് സ്റ്റേബിൾ ആകാൻ കുറച്ച് സമയം അനുവദിച്ചു കൊടുക്കുക. അവരവരുടെ ആ ഒരു ഭയത്തിൽ നിന്നെല്ലാം സ്ലോലി റിക്കവർ ആകും. അവർ സ്റ്റേബിൾ ആകും. അവരുടെ ആ ഒരു ട്രസ്റ്റൊക്കെ റീബിൽഡ് ചെയ്യും. പ്രാക്ടിക്കലായിട്ട് അവർ ഡിസിഷൻ എടുക്കും. ഇപ്പോഴുള്ള ആ ഒരു ടെമ്പററി ട്രാപ്പ് മറികടന്ന് അവർ നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അവർ ഒരു സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവർ എങ്ങനെയൊക്കെ ചിന്തിച്ചാൽ തന്നെയും നിങ്ങളുടെ ആ ഒരു പേരാണ് അവസാനം അവരുടെ ആ ഒരു മനസ്സിൽ തെളിയുന്നത്. ഈ ഒരു സത്യമാണ് യൂണിവേഴ്സ് ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ഒരു ബന്ധം സ്റ്റേബിൾ ആകാൻ അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിന് കമന്റ് ബോക്സിൽ നന്ദി പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അട്രാക്ട് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ളതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ബന്ധത്തിനെ പറ്റിയുള്ള കുറച്ചുകൂടി നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതിനായി തീർച്ചയായും ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്ങിൽ നിങ്ങളുടെ മാത്രം എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറെ കൂടി അത് റെസൊനേറ്റ് ചെയ്യും. പേഴ്സണൽ റീഡിംഗ് പേരിഡ് ആണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. എൻ്റെ പ്രത്യേക പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും അതല്ല എങ്കിൽ ജനിച്ച മാസവും കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളെ എല്ലാവരെയും എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബന്ധത്തിന് എത്രയും പെട്ടെന്ന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുവാനും പരസ്പര വിശ്വാസത്തോടു കൂടി വളരെ മനോഹരമായി ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുവാനും പ്രപഞ്ചശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.